പുരാതന രാജ്യമായ ഹസ്തിനപുരത്തിൽ ധൃതരാഷ്ട്ര രാജാവിന്റെയും ഗാന്ധാരി രാജ്ഞിയുടെയും മൂത്ത മകനായ ദുര്യോധനന്റെ ജനനത്തോടെ വീരത്വത്തിന്റെയും അഭിലാഷത്തിന്റെയും ദാരുണമായ പതനത്തിന്റെയും ഒരു കഥ അരങ്ങേറി. ഗാന്ധാരിയുടെ നീണ്ട ഗർഭാവസ്ഥയിൽ നിന്ന് ജനിച്ച ദുര്യോധനൻ തന്റെ അമ്മയുടെ മാംസപിണ്ഡം 101 കഷ്ണങ്ങളായി പിളർന്ന ഒരു അദ്ഭുത സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. അവനും അവന്റെ 99 സഹോദരന്മാരായ കൗരവരും ജനിച്ചു. ചെറുപ്പം മുതലേ ദുര്യോധനനെ അസൂയും അതിമോഹവും വിഴുങ്ങിയിരുന്നു, പ്രത്യേകിച്ച് തന്റെ കസിന്മാരായ പാണ്ഡവരോട്. അവരുടെ വിജയങ്ങൾ പലപ്പോഴും തന്റെ സ്വന്തം മേൽ നിഴൽ വീഴ്ത്തി. മഹാനായ ഗുരുനാഥന്മാരായ ദ്രോണാചാര്യൻ, കൃപാചാര്യൻ, ഭീഷ്മർ എന്നിവരാൽ പരിശീലിപ്പിച്ച ദുര്യോധനൻ ഗദയുദ്ധകലയിൽ മികവ് പുലർത്തി. അദ്ദേഹത്തിന്റെ കഴിവുകൾ ശക്തനായ പാണ്ഡവനായ ഭീമനോട് മാത്രം എതിരാളികളായിരുന്നു. തടിച്ചവനും വിശ്വസ്തനുമായ കർണനുമായുള്ള സൗഹൃദം തന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ദൃഢനിശ്ചയം ഉറപ്പിച്ചു. ദുര്യോധനനെ അപമാനിക്കുകയും അവന്റെ അസൂയയുടെ ജ്വാല കൂടുതൽ ആളിക്കത്തിക്കുകയും ചെയ്ത മിഥ്യാധാരണകളുടെ മഹത്തായ കൊട്ടാരം പാണ്ഡവർ നിർമ്മിച്ചപ്പോൾ ശത്രുതയുടെ വിത്തുകൾ ആഴത്തിൽ വിതയ്ക്കപ്പെട്ടു. പാണ്ഡവരെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ തന്റെ അമ്മാവനായ ശകുനിയുമായി ഒരു വഞ്ചനാപരമായ പദ്ധതി തയ്യാറാക്കി. അത് കുപ്രസിദ്ധമായ പകിടകളിയിലേക്ക് നയിച്ചു. ഇവിടെ മൂത്ത പാണ്ഡവനായ യുധിഷ്ഠിരൻ തന്റെ രാജ്യവും അവരുടെ പങ്കാളിയായ ഭാര്യ ദ്രൗപദിയും ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു. കോടതിയിൽ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചുമാറ്റാൻ ഉത്തരവിട്ടത് കാലക്രമേണ പ്രതിധ്വനിക്കുന്ന പ്രതികാര പ്രതിജ്ഞയ്ക്ക് തിരികൊളുത്തിയതാണ് ദുര്യോധനന്റെ ദ്രോഹത്തിന്റെ പാരമ്യത്തിലെത്തിയത്. കളിയിലെ ദുര്യോധനന്റെ വിജയം നീണ്ട 13 വർഷത്തെ പാണ്ഡവരുടെ വനവാസത്തിലേക്ക് നയിച്ചു. ഈ സമയത്ത് അവൻ അവരെ തുറന്നുകാട്ടാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഓരോ തവണയും പരാജയപ്പെട്ടു. അവർ മടങ്ങിയെത്തിയപ്പോൾ പിരിമുറുക്കം വർദ്ധിക്കുകയും മഹത്തായ കുരുക്ഷേത്ര യുദ്ധത്തിന് വേദിയൊരുക്കുകയും ചെയ്തു. ഭീഷ്മർ, ദ്രോണർ, കർണൻ തുടങ്ങിയ ശക്തരായ കൂട്ടാളികളും തന്റെ വലിയ സൈന്യവും സഹായിച്ച ദുര്യോധനൻ രാജ്യത്തിന്റെ വിധി നിർണയിക്കുന്ന ഒരു ഇതിഹാസ യുദ്ധത്തിൽ പാണ്ഡവരെ നേരിട്ടു. അനുദിനം തന്റെ ശക്തി കുറയുന്നതും അടുത്ത സുഹൃത്തുക്കൾ വീഴുന്നതും ദുര്യോധനൻ കണ്ടു. കർണന്റെ മരണത്തോടെ അവന്റെ അഭിലാഷങ്ങളുടെ സാക്ഷാത്കാരം തകർന്നു. അവസാന ദ്വന്ദ്വയുദ്ധത്തിൽ അവൻ ഭീമനെ നേരിട്ടതോടെ എല്ലാം അവസാനിച്ചു. ഒരു പാരമ്യവും നിർഭാഗ്യകരവുമായ നിമിഷത്തിൽ ഭീമൻ ദുര്യോധനന്റെ തുടയിൽ അടിച്ചു മാരകമായി മുറിവേൽപ്പിക്കുകയും അവന്റെ വിധി മുദ്രകുത്തുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ കിടന്ന് ദുര്യോധനൻ തന്റെ സ്വപ്നങ്ങളുടെ തകർച്ചയ്ക്കും കുടുംബത്തിന്റെ നാശത്തിനും സാക്ഷിയായി. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങളാൽ അടയാളപ്പെടുത്തി. അവന്റെ അവകാശങ്ങളോടുള്ള അചഞ്ചലമായ പറ്റിനിൽക്കൽ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ച അഹങ്കാരം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ധീരതയും വീര്യത്തിന്റെ നിമിഷങ്ങളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പൈതൃകം മഹാഭാരതത്തിന്റെ ധാർമ്മിക സങ്കീർണതകളെയും ദാർശനിക ആഴങ്ങളെയും ഉൾക്കൊള്ളുന്ന ദാരുണമായ പതനത്തിന്റെ ഒന്നായി തുടർന്നു. ദുര്യോധനന്റെ കഥ അനിയന്ത്രിതമായ അഭിലാഷത്തിന്റെയും അസൂയയുടെയും ആപത്തുകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ചിലർ അദ്ദേഹത്തെ തന്റെ വിശ്വാസങ്ങൾക്കായി ധീരമായി പോരാടിയ ഒരു ദുരന്ത നായകനായി വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദ്രൗപദിയോടുള്ള പെരുമാറ്റവും പാണ്ഡവരോടുള്ള അദമ്യമായ ശത്രുതയും മുൻകരുതൽ കഥകളായി വർത്തിക്കുന്നു. തീവ്രമായ മത്സരം, അഭിലാഷം, ആത്യന്തിക തകർച്ച എന്നിവയാൽ അടയാളപ്പെടുത്തിയ അവന്റെ ജീവിതം ഇതിഹാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഒരാളുടെ തിരഞ്ഞെടുപ്പുകളുടെയും വിധിയുടെ ഒഴിച്ചുകൂടാനാവാത്ത യാത്രയുടെയും അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള കാലാതീതമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നു.